ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന അമൂൽ ചോക്ലേറ്റ് ഫാക്ടറി കണ്ടതിന് ശേഷം ഞങ്ങൾ എത്തിച്ചേർന്നത് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലാണ്. ആനന്ദ് എന്ന് പറയുന്ന മെയിൻ സ്ഥലത്ത് നിന്ന് ഏകദേശം 10-15 കിലോമീറ്റർ അകലത്തിൽ നിലകൊള്ളുന്ന ഈ ഒരു തീർത്ഥാടന കേന്ദ്രം എന്തുകൊണ്ടും ഏതുകൊണ്ടും ഒത്തിരിയേറെ പ്രസിദ്ധമായതുകൊണ്ട് ഈ ഒരു തീർത്ഥാടന കേന്ദ്രം കയറി കാണണം എന്നുള്ള ആഗ്രഹം യുവജനങ്ങൾ പ്രകടമാക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിക്കുകയായിരുന്നു. സബർമതിയിലെ യുവജനങ്ങൾ എന്തുകൊണ്ടും വ്യത്യസ്തരാണ്. അതുതന്നെയാണ് ഈ ദേവാലയ സന്ദർശനം ഈ ഒരു പാദ്രീസ് യാത്രയിൽ ഉൾപ്പെടുത്തുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. ഒരു വൈകുന്നേര സമയത്താണ് ഈ ഒരു ദേവാലയ അങ്കണത്തിൽ ഞങ്ങൾ എത്തിച്ചേരുന്നത്. കുട്ടികളോട് ചോദിച്ചു, ഒരു ഗാർഡൻ കയറി കാണണമോ അതോ ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരണമോ എന്നുള്ള കാര്യം. കുട്ടികൾ ഒന്നടങ്കം തീരുമാനമെടുത്തത് ഈ ഒരു തീർത്ഥാടന കേന്ദ്രം കയറി കാണുക എന്നുള്ള ദേശമാണ് പറഞ്ഞത്. കമ്പോളേജ് എന്ന് പറയുന്ന സ്ഥലമാണ്. കമ്പോളേജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു തീർത്ഥാടന കേന്ദ്രവും അതിന് തൊട്ടടുത്തായിട്ട് ഇടവക ദേവാലയവുമാണ് നിലകൊള്ളുന്നത്. ഈ ഒരു ദിവസത്തിൻ്റെ സായാഹ്നം ചെലവഴിക്കുവാൻ കുട്ടികൾ ഇഷ്ടപ്പെട്ടത് ഈ ദേവാലയ അങ്കണത്തിലാണ്. കുട്ടികളുടെ ഈ ഒരു തീരുമാനം എന്നെ ഏറെ ആകർഷിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഏതായാലും യുവജനങ്ങൾ വ്യത്യസ്തരാണ് എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് വീണ്ടും എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദേവാലയത്തിനുള്ളിൽ പ്രാർത്ഥനാപൂർവ്വം ചെലവഴിക്കുന്ന കുട്ടികളെ കൂടി ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ സബർമതിയിലെ യുവജനങ്ങൾ മറ്റ് യുവജനങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തരാണ് എന്നുള്ള കാര്യം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുവാൻ എനിക്ക് സാധിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത് ഇടവക ദേവാലയത്തിലാണ്. തീർത്ഥാടന കേന്ദ്രവും ഇടവക ദേവാലയവും രണ്ടായിട്ടാണ് ഈ ഒരു ഒറ്റ കോമ്പൗണ്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. തീർത്ഥാടന ദേവാലയത്തിനുള്ളിൽ വീഡിയോ ചിത്രീകരണം അനുവാദമില്ലാത്തത് കൊണ്ട് ഇടവക ദേവാലയത്തിനുള്ളിലെ ഏതാനും ചിത്രീകരണം മാത്രമാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികൾ ദീർഘനേരം പ്രാർത്ഥിച്ചതിന് ശേഷം പ്രാർത്ഥനാപൂർവം തന്നെ ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുകയായിരുന്നു. എല്ലാ മാസത്തിൻ്റെയും ആദ്യ ഞായറാഴ്ചയാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വരുന്നത്. യാദൃശ്ചികമായിട്ട് ഈ ഇടവക്കാരായ ഏതാനും മലയാളികളെ കണ്ടുമുട്ടി സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമൊക്കെ ഏറെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. പ്രാർത്ഥിച്ചതിന് ശേഷം ദേവാലയത്തിന് പുറത്തിറങ്ങിയ കുട്ടികൾ ചെയ്തത് ഇപ്രകാരമാണ്. ना कोई बॉलीवुड का स्टार, ना कोई मुंबई का डॉन, मिलके भी ना बन सके हमारा यीशु से महान, मिलके भी ना बन सके हमारा यीशु से महान. ऊपर 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 नीचे 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 दाएं दाएं बाएं आगे पीछे नाच के दिखाओ. ऊपर 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 नीचे 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 दाएं बाएं आगे पीछे नाच के दिखाओ. कौन है राजा का राजा,